മനോരമ ഇന്നേ ദിവസം പുറത്തുവിട്ട ഏറ്റവും പ്രധാന വാർത്തകളിലൊന്ന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പക്കൽ 1084 കിലോ സ്വർണമുണ്ട് എന്നുള്ളതാണ്. വലിയ കാര്യമായിട്ടാണ് അവരത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധങ്ങളായ ആരാധനാലയങ്ങളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്കെടുക്കുകയാണെങ്കിൽ ഇത് വളരെ നിസ്സാരം, ഇതിലും നിസ്സാരം എന്ന് പറയാം. ദൂരേക്കൊന്നും പോകണ്ട. ആന്ധ്രാപ്രദേശില് തിരുപ്പതി ക്ഷേത്രത്തില് 10,000 കിലോ സ്വർണ്ണ നിക്ഷേപമുണ്ട്. വടക്കോട്ട് പോവാമെങ്കിൽ പഞ്ചാബ് സുവർണ ക്ഷേത്രത്തിൽ എത്രയായിരം കോടി കിലോഗ്രാം സ്വർണം ഉണ്ടായെന്ന് അവർക്ക് പോലും നിശ്ചയമില്ല. എന്തിനു ദൂരേക്ക് വേണം? തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് 2000 കോടി വിലമതിക്കുന്ന സ്വർണ്ണ നിക്ഷേപമാണുള്ളത്. ഇവയെല്ലാം ഇങ്ങനെ ആർക്കും ഉപകാരമില്ലാതെ കുന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ ആരാധനാലയങ്ങളിൽ കുമിഞ്ഞു കൂടിയിരിക്കുന്ന ഈ സ്വർണ്ണ നിക്ഷേപം, വെള്ളി നിക്ഷേപം ഒക്കെ ഇന്ത്യ ഗവൺമെന്റിന്റെ കരുതൽ സ്വർണമായി കണക്കാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായി മാറിയേക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, സർക്കുലേഷനിലുള്ള ഇന്ത്യൻ കറൻസിയുടെ 40% സ്വർണ്ണ നിക്ഷേപമായി സൂക്ഷിക്കണമെന്നാണ്. അല്ലാതെ വെറുതെ അങ്ങോട്ട് കറൻസി അടിച്ചുകൂടാനാവുകയില്ല. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു സ്വർണ്ണ നിക്ഷേപ പദ്ധതി ഉണ്ട്. അതിൽ നാമമാത്രമായിട്ട് ചില ക്ഷേത്രങ്ങളൊക്കെ പങ്കെടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ നൂറുകണക്കിനുള്ള ആരാധനാലയങ്ങളിൽ, അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ല, ആരാധനാലയങ്ങളിലുള്ള ഇത്തരം നിക്ഷേപങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കരുതൽ സ്വർണമായി കണക്കാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടായി തീരും. തീർച്ചയായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അതിന്റെ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു ബ്രാഞ്ചില് ഇത് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും ഇത് ഗവൺമെന്റ് വിട്ടുകൊടുക്കരുത്. കാരണം ഈ ഗവൺമെന്റിനെ രാഷ്ട്രീയക്കാരെ ഒരു പരിധിക്കപ്പുറം നമ്പാനാവുകയില്ല. കാരണം ഗവൺമെന്റ് മാറി മാറി വരും, നിയമങ്ങൾ അവർ മാറ്റി എഴുതാം, ഭരണഘടന തന്നെ മാറ്റി എഴുതാം. അപ്പോ അവരിത് വിട്ടടിക്കും. അവർ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. എങ്കിലും കരുതൽ സ്വർണ്ണ നിക്ഷേപമായി ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയിൽ തന്നെ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി തീരുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. ഈ ആശയം പറയുന്ന ആദ്യത്തെ ആളൊന്നും അല്ല ഞാൻ. എത്രയോ പേര്, എത്രയോ സാമ്പത്തിക വിദഗ്ധർ ഇക്കാര്യം പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നടപടി ഉണ്ടാവുന്നില്ല എന്ന് മാത്രം. ഒരു പുനർവിചിന്തനം ഗവൺമെന്റ് ഭാഗത്തു നിന്നും ക്ഷേത്ര അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.